الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോടെ തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ പ്രവാചക സദസ്സിലേക്ക് അൻസ്വാരിയായ സ്വഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ആ രംഗം ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ പറ്റും. വക്കാന ശദീദൽ ഹുബ്ബി ലഹു ഖലീലു സ്വബ്രി അൻഹു ഫഅതാഹു ദാത യൗമിൻ വഖദ് തഗയ്യറ ലൗനുഹു വനഹല ജിസ്മുഹു യുഅരിഫു ഫി വജ്ഹിഹി അൽ ഹുസ്ൻ. ആ സഹാബി കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രവാചകനോടുള്ള ഇഷ്ടം ഏറെ പ്രസിദ്ധമാണ്. അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിറമൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരം മെലിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആഴം മുഖത്ത് പ്രകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, യാ സൗബാൻ മാ ഗയ്യറ ലൗനുക്, എന്തേ സൗബാനെ നിനക്ക് പറ്റിയത്? നിന്റെ മുഖവും ശരീരവും ഒക്കെ നിറം മാറിപ്പോയിട്ടുണ്ടല്ലോ, ഇത്രമാത്രം ദുഃഖത്തിന് എന്താണ് കാരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി, പ്രവാചകരെ, എനിക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നും, രോഗമോ വേദനയോ ഒന്നും എനിക്കില്ല. പക്ഷേ എന്നെ അലട്ടുന്ന ഒരു ചിന്തയുണ്ട്. അത് ഈ ദുനിയാവിൽ വെച്ച് താങ്കളെ എനിക്ക് കാണണമെന്ന് തോന്നുന്ന ആ സമയം താങ്കളെ കാണാനും താങ്കളുടെ അടുത്തിരിക്കാനും താങ്കളോട് സംസാരിക്കാനുമൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ ചിന്തിച്ചത്, മരണത്തിന് ശേഷം താങ്കളെ എനിക്ക് കാണാൻ സാധിക്കാതെ പോകുമോ എന്നതാണ്. കാരണം താങ്കൾ പ്രവാചകന്മാരുടെ ദറജയുള്ള സ്വർഗത്തിലായിരിക്കും. ഞാൻ സ്വർഗാവകാശിയാണെങ്കിൽ തന്നെ താങ്കൾ എനിക്ക് കാണാൻ സാധിക്കില്ല. ഇനി ഞാൻ നരകാവകാശിയാണെങ്കിലോ
താങ്കളെ പിന്നെ ഒരിക്കലും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഈ ഒരു ദുഃഖമാണ് എൻ്റെ വല്ലാതെ വേദനയായി കുറെ കാലമായി എൻ്റെ കൂടെയുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ വേദനയെക്കുറിച്ച് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹി നിശബ്ദനായി. പ്രവാചകൻ മറുപടി പറഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, സൂറത്ത് നിസായിലെ 69-ാമത്തെ വചനം ഈ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു ഇറക്കുന്നത്. വമൻ യുത്തിഇല്ലാഹ വറസൂൽ, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത്, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും നാളെ പരലോകത്ത്. ആരൊക്കെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്? മിനൻ നബിയീൻ, നബിമാരുടെ കൂടെയായിരിക്കും. വസ്സുദ്ദീഖീൻ, സത്യസന്ധരുടെ കൂടെയായിരിക്കും. വശുഹദാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരസമരത്തിന് പോയി ഷഹീദായ ആളുകളുടെ കൂടെയായിരിക്കും. വസ്വാലിഹീൻ, സച്ചരിതരായി ഈ ഭൂമി ലോകത്ത് ജീവിച്ചു പോയ ആളുകളുടെ കൂടെയായിരിക്കും. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, വഹസ്സുന ഉലൈക റഫീഖ, ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ കൂട്ടുകെട്ട് അതത്രേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നബിയെ കണ്ടുമുട്ടിയ സഹാബത്ത് ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുന്നവരായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എങ്ങനെയാണ് എനിക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാൻ പറ്റുക? പ്രവാചകന്റെ ചാരെ എനിക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്ന പേടി കൊണ്ട് അവർ ജീവിതത്തെ തന്നെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ കൃത്യമായി ക്രമീകരിച്ചവർ ആയിരുന്നു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, റഹ്മാനായ റബ്ബ് പറയാണ്, അവർ സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾക്ക് ധൃതി കാണിക്കുന്നവരായിരുന്നു. മരണത്തെ അവർക്ക് പേടിയാണ്. കാരണം മരണത്തിന് മുൻപ് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അമൽ കുറഞ്ഞു പോയവനാകുമോ എന്ന പേടി കൊണ്ട് യുസാരിഊൻ, അവർ ധൃതി കാണിക്കുന്നവനാണ്. മാത്രമല്ല അള്ളാഹു പറയാ, വയദ്ഊനനാ റഗബൻ വറഹബ, അവർ അതിരറ്റ പേടിയോട് കൂടിയും ആഗ്രഹത്തോടു കൂടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നോക്കൂ നിങ്ങൾ, ആ സ്വർഗത്തെക്കുറിച്ച് പ്രവാചകന്മാർ ആഗ്രഹിക്കുകയും അവർ അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൂടി പറയുന്നുണ്ട്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞെടുത്താണ് അള്ളാഹ് പറഞ്ഞത്. അവർ നന്മയിൽ ധൃതി കാണിക്കുന്നവരാണ്. വഹും ലഹാ സാബിഖൂൻ, അവരത്രേ സ്വർഗത്തിൽ മുൻകടന്നു വരുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത്രമാത്രം ആഗ്രഹവും ധൃതിയും നമുക്ക് വേണ്ടത്? ഇത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ? ഈ ദുനിയാവ് വളരെ ചെറുതാണ്. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എണ്ണി സെക്കൻഡുകളായി, മണിക്കൂറുകളായി, ദിവസങ്ങളായി കടന്നുപോയി. ഞാൻ നിങ്ങളും ഒന്ന് ഓർത്തെടുത്താൽ ഈ ജീവിതം കൊണ്ട് ഒന്നും നേടിയില്ലല്ലോ എന്ന നിരാശ ഇല്ലാത്ത ഒരാളും ഇവിടെ ഉണ്ടാവുകയില്ല. റഹ്മാനായ റബ്ബ് പറഞ്ഞെന്തെന്നറിയോ? ഈ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ, ഒന്ന് പ്രയോജനപ്പെടുത്തിയാൽ നിനക്ക് നാളെയുടെ ലോകത്ത് ഇന്നൽ ഹസനാത യുദ്ഹിബ്ന സയ്യിആത്ത്, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും റഹ്മാനായ റബ്ബ് നീക്കിക്കളയും. അൽ ഹസനാത്ത്, നിന്റെ ജീവിതത്തിൽ ഹസനത്തുകളുണ്ടോ, സൽക്കർമ്മങ്ങളുണ്ടോ, നന്മകളുണ്ടോ? എന്തിന്? നാളെ സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി, റഹ്മാനായ റബ്ബിന്റെ തൃപ്തി ലഭിക്കണമെന്ന ഇഷ്ടത്തോടു കൂടി നീ ചെയ്തു കൂട്ടിയ നന്മകളുണ്ടോ? അത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെ പോലും മായ്ച്ചു കളയുമെന്നാണ്. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാ, ദാലിക ദിക്റാ ലിദ്ദാക്കിരീൻ, ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇത് തന്നെ വലിയ ഉത്ബോധനാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്, ഉത്ബോധനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താ അതിന്റെ പ്രതിഫലത്തിന്റെ ഒരു മഹത്വം? ഫമൻ ജാഅ ബിൽ ഹസന, ഒരു നന്മ കൊണ്ട് അള്ളാഹിന്റെ കോടതിയിലേക്ക് ഒരാൾ എത്തിയാൽ ഫലഹു അശ്റു അംസാലുഹ, അവൻ ജീവിതത്തിൽ ചെയ്ത ആ നന്മക്ക് അള്ളാഹു മിനിമം 10 ഇരട്ടി കൂലി കൊടുക്കും. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 10 സുബ്ഹാനല്ലാഹ് ചൊല്ലിയ കൂലി കിട്ടും. 1 രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപ ചെലവഴിച്ചതിന്റെ കൂലി നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പ്രതിഫലാർഹമാക്കി മാറ്റുന്ന പരിശ്രമത്തിലായിരുന്നു സഹാബത്ത് ഉണ്ടായിരുന്നത്. അതിന് ഉതകുന്ന രൂപത്തിലുള്ള ഒരു ജീവിത ക്രമമാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഉണർന്നത് മുതൽ
ഒരു വിശ്വാസിക്ക് 5 നേരത്തെ നമസ്കാരം ഫറളും സുന്നത്തുമായി ധാരാളം നന്മകളുടെ വാതിലുകൾ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുവാനുള്ള പ്രാർത്ഥനകൾ, അദ്കാറുകൾ, ഖുർആൻ പഠനം, പാരായണം, ഇങ്ങനെ തുടങ്ങി ഒരു പകലിനെ ധന്യമാക്കാൻ, ഒരു രാത്രിയെ പ്രതിഫലാർഹമാക്കി മാറ്റാൻ അള്ളാഹു ധാരാളം അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആ ഇബാദത്തുകൾ ചെയ്യുന്നത് ഒന്നുകൂടി ശ്രദ്ധയോടെ, ഒന്നുകൂടി പ്രതിഫലം ആഗ്രഹിച്ച്, ഒന്നുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഇഷ്ടത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഒന്നൊരുങ്ങാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ഒരു പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തേ പറഞ്ഞിട്ടുള്ളൂ? നീ ചെയ്യുന്ന ഇബാദത്തിന് പകലിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഒന്നുകൂടി നിയ്യത്ത് ശക്തിപ്പെടുത്തി, ഒന്നുകൂടി നിന്റെ ഇച്ഛകളെ നിയന്ത്രിച്ച്, നിന്റെ ആഗ്രഹങ്ങളുടെ വലുപ്പത്തെ ഒന്നുകൂടി, അതിന്റെ വിധാനത്തെ ഉയർത്തി ജന്നാത്തുൽ ഫിർദൗസ് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി നീ ഒന്ന് ഒരുങ്ങണം എന്നാണ്. പക്ഷേ പലപ്പോഴും മനുഷ്യരായ നമുക്ക് ഇത് ആവർത്തിച്ച് ഇബാദത്തിൽ കടന്നു വരുമ്പോ ഒരു മടുപ്പാണ്. അതും വേനൽക്കാലത്ത് വരുമ്പോ പ്രത്യേകിച്ചും. ഇനി എത്ര ദിവസമാണ് അല്ലെ? ആ ഒരു മടുപ്പ് ഈ വെള്ളിയാഴ്ച നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, റമളാനിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം പിശാച് അങ്ങനെയാണ്. നമ്മെ ഒന്നുകൊണ്ട് ഒതുക്കിയിട്ടാൽ നമ്മെല്ലാ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന വിഡ്ഢിയായി തീരുമെന്ന് അവനറിയാം. അതുകൊണ്ട് നമ്മളൊന്ന് ആ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട്, അതിനെ മഹത്വം ഒന്ന് അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഈ ദിനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാവണം. സൗബാർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ വല്ലാത്തൊരു ആഗ്രഹം നമുക്കുണ്ടായാൽ അള്ളാഹു ആയത്തിറക്കി കൊടുത്തില്ലേ സഹാബിക്ക്? സഹോദരങ്ങൾ, എന്ത് സന്തോഷം ഉണ്ടാവും! അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. പരിശുദ്ധ റമളാനൊക്കെ ജീവിതത്തിൽ ലഭിച്ച് കടന്നു പോയൊരു മനുഷ്യൻ അള്ളാഹു അതിന് നൽകുന്ന പ്രതിഫലം കാണുമ്പോ അത്ഭുതപ്പെട്ടു പോകും. അത്രമാത്രമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ റഹ്മാനെ എന്ന് അവന്റെ ആശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനെ വാഴ്ത്തിക്കളയുമെന്നാണ്. ആ മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട് ഹദീസിൽ. അദ്ദേഹം പറയാണ്, അദ്ദേഹം സ്വപ്നം കണ്ടു എന്നാണ്. ബനീയ ഗോത്രത്തിലെ 2 ആളുകൾ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്. ബനീയ ഗോത്രത്തിലെ 2 ആളുകൾ ഒരേ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ അതിനെ തുടർന്നുണ്ടായ ഒരു യുദ്ധത്തിൽ ഷഹീദായി. ആ 2ാമത്തെ സഹാബി പിന്നീട് കട്ടിലിൽ കിടന്ന് 1 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് മരണപ്പെട്ടത്. പക്ഷെ അദ്ദേഹം കണ്ട സ്വപ്നം ഇവർ 2 പേര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. പക്ഷേ 2ാമത് ആ നാട്ടിൽ വെച്ച് സാധാരണ പോലെ മരണപ്പെട്ട മനുഷ്യനാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായി, ഒരു പ്രയാസം. കാരണം ഷഹീദായ ആൾക്കല്ലേ ആദ്യം ചെല്ലേണ്ടത് എന്നാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിറ്റേന്ന് പ്രഭാതത്തിൽ വന്ന് ചോദിക്കുക, റസൂലേ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടല്ലോ, എന്താണ് അതിന്റെ ഒരു വിശദീകരണം? പ്രവാചകൻ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സഹാബത്തിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന. ആ യുദ്ധത്തിന് ശേഷം ഈ സഹാബി 1 വർഷം പിന്നീടും ജീവിച്ചില്ലേ? ഉടനെ സഹാബി പറഞ്ഞു, ബല റസൂലേ, അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഉടനെ റസൂലുള്ള ചോദിച്ചു, അദ്റക റമളാൻ, അദ്ദേഹത്തിന് ഒരു റമളാന് കൂടി ലഭിച്ചില്ലേ? ഫസ്വാമ, അദ്ദേഹം നോമ്പനുഷ്ഠിച്ചില്ലേ? വസ്വല്ല കദ വകദ സജദതൻ ഫിസ്സുന്ന, സുന്നത്തായും ഫറലായും ഒക്കെ നമസ്കാരങ്ങളൊക്കെ അദ്ദേഹം നിർവഹിച്ചില്ലേ? സഹാബികൾ പറഞ്ഞു, ബല, അതേ റസൂലേ, അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിടവുണ്ടാകും, വലിപ്പ വ്യത്യാസമുണ്ടാകും ഈ 2 വ്യക്തികൾ തമ്മിലുള്ള നോമ്പിന്റെ പ്രതിഫലം കണക്ക് കൂട്ടുമ്പോൾ എന്നാണ്. വിശ്വാസികളെ, ജീവിതത്തിൽ എത്ര റമളാനുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഈ റമളാനിന്റെ പ്രതിഫലത്തെ കുറിച്ചാണ്. ഷഹീദായ ഒരു മനുഷ്യന് ലഭിക്കുന്നതിനേക്കാൾ ദറജ ഒരു റമളാന് കൂടി കടന്നു പോയൊരു വിശ്വാസിക്ക് അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഈ റമളാൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹത്തിന്, ഖുർആൻ അവതീർണമായതിന് നന്ദി കാണിക്കേണ്ട മാസമാണ്. അല്ലേ? റസൂലുള്ള പറഞ്ഞു, നാളെ പരലോകത്ത് മനുഷ്യരെ ആരും സംരക്ഷിക്കാത്തൊരു ദിനം വരും. ആർക്കും വേണ്ട. ഈ ദുനിയാവ് ആർക്കു വേണ്ടിയ സഹോദരങ്ങളെ ജീവിച്ചത്?
അല്ലേ? ഞാനിങ്ങളൊക്കെ പെടാപ്പാടുപെടുന്നത് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ ഭാവിയുണ്ട്, നമ്മുടെ ജോലിയുണ്ട്, വീടുണ്ട്, അല്ലെ? ഇതിലിങ്ങനെ കെട്ടിമറിഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകാം. ഒരു പകല് കഴിയുന്നത് നമ്മൾ അറിയുന്നില്ല, ഒരു രാത്രി ക്ഷീണം കൊണ്ട് പകലാകുന്നത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ എന്തിന് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ജീവിക്കണ്ടേ എന്നാണ്, അല്ലെ? ആ ജീവിതത്തിന്റെ തിരക്കിലാണ് നമ്മൾ. പക്ഷേ നമ്മൾ കൂടെ കൂട്ടാൻ മടിക്കുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട്. അവർ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് കൂടെ ഉണ്ടാകുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ റമളാനിലാണ് ഖുർആൻ അവതരിച്ചത്. എന്തിന്? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമായി. അതുകൊണ്ട് ആ മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സാക്ഷിയായി വരുന്ന നോമ്പിനെയും ഖുർആനിനെയും നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ, നാളെ പരലോകത്ത് വിചാരണക്ക് വരുമ്പോ ഈ ഖുർആനിന്റെ പാരായണം, ഈ ഖുർആനിന്റെ പഠനം, ഈ ഖുർആന് വേണ്ടി നമ്മൾ ചെലവഴിച്ച സമയം അള്ളാഹിന്റെ മുമ്പിൽ നമുക്ക് സാക്ഷിയായി വരും. നാം നോറ്റ നോമ്പിന്റെ ക്ഷീണവും പ്രയാസവും നമുക്ക് നേരെ സാക്ഷിയായി വരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് വേണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ അറിയോ? സ്വർഗത്തിന്റെ കവാടം തുറക്കുന്ന മാസം എന്നാണ്. മാത്രല്ല സ്വർഗത്തിന്റെ കവാടം തുറന്നു വെക്കുക മാത്രല്ല, നരകത്തിന്റെ വാതിൽ അല്ലാഹു അടക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, എത്ര പ്രതീക്ഷയാണ് അല്ലാഹു നൽകുന്നത്. നരകം അടച്ചു വെച്ചു, ഇനി സ്വർഗമാണ് തുറന്നു വെച്ചിട്ടുള്ളത്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി രക്ഷപ്പെടാൻ ഇതല്ലാത്തൊരു മാർഗമല്ല. ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരക കവാടങ്ങൾ അടക്കപ്പെടും. വസുഫിദതി ശയാത്തീൻ, മല്ലന്മാരായ ശൈത്താനുകളെ അല്ലാഹു ബന്ധിപ്പിക്കുകയും ചെയ്യും, പിടിച്ചു വെക്കുമെന്നാണ്. കുറച്ച് ഈമാനല്ലോനെ ഇവിടെ ജീവിച്ചാൽ നന്മയിൽ ജീവിക്കാൻ പറ്റുന്ന, ഒന്ന് ശ്രമിച്ചാൽ പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അള്ളാഹ് അത്ര സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട്. നാട്ടുകാരെ മുഴുവൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്, ചുറ്റുപാടുകളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, നാളെ പരലോകത്ത് വരുമ്പോ നിനക്ക് സാക്ഷി പറയാൻ ഞാൻ ഏൽപ്പിച്ച രണ്ടാള് നിന്റെ കൂടെ ഉണ്ടാവില്ലേ? നോമ്പും ഖുർആനും നിന്റെ കൂടെ ഉണ്ടാവില്ലേ? ഉത്തരം നമ്മളിപ്പോ കാണണം. ഉണ്ടാവും, അള്ളാഹ് എന്റെ കൂടെ ഉണ്ടാവും. നാളെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ഖുർആൻ കൊണ്ടും നോമ്പ് കൊണ്ടുമാണ് തിരിച്ചു വരാനിരിക്കുന്നത് എന്ന് നമ്മൾ നീയത്ത് വെച്ച് ഒരുങ്ങണം എന്നാണ്. നോക്കൂ നിങ്ങൾ, പ്രത്യേകമായ സ്വീകരണം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്തൊരു സന്തോഷ! സ്വർഗം മാത്രല്ല, നോമ്പുകാർ പ്രത്യേകമായ കവാടത്തിലൂടെ പ്രവേശിപ്പിക്കപ്പെടും. ഇന്നഫിൽ ജന്നത്തി ബാബ, സ്വർഗത്തിനൊരു വാതിലുണ്ട്. യുഖാലു ലഹു റയ്യാൻ, റയ്യാൻ എന്നാണ് അള്ളാഹ് പേരിട്ടിട്ടുള്ളത്. ആ റയ്യാൻ എന്ന കവാടത്തിന്റെ മുമ്പിൽ നോമ്പനുഷ്ഠിച്ചവരെ മാത്രം അല്ലാഹു വിളിക്കും. അയ്നസ്സായിമൂൻ, അല്ലാഹുവിനെ തൃപ്തി ആഗ്രഹിച്ച് നോമ്പ് ചെയ്ത് കൂട്ടിയവർ ആരുണ്ട്, അവർ വരൂ എന്ന് പറയും. എന്നിട്ടോ ദഖലഹു, അതിലേക്ക് എല്ലാവരും പ്രവേശിച്ചാൽ ലം യദ്മു അബദ, പിന്നീട് അതിലൂടെ ആരും പ്രവേശിക്കില്ല എന്ന് സ്പെഷ്യൽ അള്ളാഹ് വെച്ചതാ. എന്തേ റയ്യാൻ എന്ന് ആഗ്രഹിച്ചുകൂടെ നമുക്ക്? അല്ലേ? ആരോഗ്യല്ലേ സുഹൃത്തുക്കളെ? സന്ദർഭല്ലേ? സൗകര്യല്ലേ? നല്ല നാടല്ലേ നമ്മുടേത്? നമുക്കൊന്ന് ഒരുങ്ങിക്കൂടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. ഒന്ന് കണ്ണടച്ചു നോക്ക് സഹോദരങ്ങളെ. ഭാര്യ അറിയാൻ പാടില്ലാത്ത, മക്കൾ അറിയാൻ പാടില്ലാത്ത, ഭർത്താവ് അറിയാൻ പാടില്ലാത്ത, കൂട്ടുകാരറിയാൻ പാടില്ലാത്ത എത്രയെത്ര തിന്മയുടെ കവാടങ്ങളിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോയത്. അല്ലാഹ് പറയാ, ഒരാൾ ആ നോമ്പങ്ങ് അനുഷ്ഠിച്ചാൽ മൻ സ്വാമ റമളാൻ ഈമാനം വഹ്തിസാബ, നോമ്പനുഷ്ഠിച്ച പോരാ, നല്ല വിശ്വാസത്തോടു കൂടി കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാളങ്ങ് നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അല്ലേ? ആ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലേക്ക് വില കുറഞ്ഞ ആ കോട്ടൻ തുണിയിൽ പൊതിഞ്ഞ്, അല്ലേ, കക്ഷത്തിലും മൂക്കിലും കൈകാലുകൾക്കിടയിലും പഞ്ഞുവെച്ച് തള്ളവിരൽ കൂട്ടിക്കെട്ടി നമ്മുടെ വായ തുറന്നു പോകാതിരിക്കാൻ ഒരു തുണി കൊണ്ട് കൂട്ടി വലിച്ചു കെട്ടി, അല്ലേ, ആരെയും പ്രയാസപ്പെടുത്താതിരുന്ന നമ്മൾ ആളുകൾക്കൊരു ഭാരമായി പള്ളിക്കാട്ടിലേക്കൊരു യാത്ര ഉണ്ട്. അല്ലേ? ആ യാത്രയിൽ നമ്മുടെ കൂടെ നോമ്പുണ്ടോ, ഖുർആനുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നോമ്പ്, ഒറ്റ നോമ്പ്,
അതൊന്ന് കൃത്യമായിട്ട് ശരിക്കും അനുഭവിച്ച് ആസ്വദിച്ച് ഉൾക്കൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ച് ഇഷ്ടത്തോടു കൂടി അള്ളാഹനെ കാണാനുള്ള പൂതിയോടു കൂടി ഒരാളങ്ങണ്ട് നോറ്റാൽ റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഒരാളെ നോമ്പങ്ങട് അനുഷ്ഠിച്ചാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക അൽയൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, 70 വർഷക്കാലത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് റഹ്മാനായ റബ്ബ് അവനെ മാറ്റുമെന്നാണ്, അകറ്റുമെന്നാണ്. 30 നോമ്പറ്റാലോ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ഖുർആനിന്റെ ഈ ജുന്നത്തുകൾ നമ്മൾ സ്വീകരിക്കണം, പടച്ചട്ടകൾ നമ്മൾ സ്വീകരിക്കണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അസ്സിയാമു വൽ ഖുർആനു യശ്ഫിആനിൽ അബ്ദി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹു ആർക്കും ശുപാർശ പറയാത്ത കാലത്ത് എന്റെ അടിമക്ക് ശുപാർശ പറയാനായി നോമ്പിനെയും ഖുർആനിനെയും കൊണ്ടുവരും. ആ ഹദീസിന്റെ ബാക്കി എന്തെന്നറിയോ? യഖൂലു അസ്സിയാം, കേൾക്കണേ ശ്വാസികളെ കേൾക്കണേ, യഖൂലു അസ്സിയാം, നോമ്പ് വരുന്നൻ, മകൻ വരുന്നല്ല, ഭാര്യ വരുന്നല്ല, നോമ്പ് വരും. എന്നിട്ട് അല്ലാഹുവോട് പറയും, ഇന്നി മനഅതുഹു അത്ആം വശഹവാത് ബിന്നഹാർ. അല്ലാഹ് ഈ മനുഷ്യന്റെ സകല പ്രശ്നങ്ങളുണ്ടായിരുന്നു, രോഗമുണ്ടായിരുന്നു, വാർദ്ധക്യമുണ്ടായിരുന്നു, പക്ഷേ എല്ലാ ഇച്ഛകളെയും ഭക്ഷണങ്ങളൊക്കെ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാ. അതുകൊണ്ട് ഫശഫ്ഇനി ഫീ, ഈ ശുപാർശ സ്വീകരിക്കണമേ എന്ന് അല്ലാഹ് സ്വീകരിക്കുന്നതാണ് സഹോദരങ്ങളെ, അല്ലാഹ് സ്വീകരിക്കും. വയഖൂലുൽ ഖുർആൻ, ഖുർആനും പറയും, മനഅതുഹു അന്നൗമു ബില്ലൈൽ, അല്ലാഹുവേ രാത്രി നല്ല ക്ഷീണത്തോടു കൂടിയായിരുന്നു ഈ മനുഷ്യൻ, പക്ഷേ ഞാനാണ് അവന് തടസ്സം നിന്നത്. എന്റെ ഖുർആൻ കേൾക്കാനായിരുന്നു അവൻ ക്ഷീണിച്ചിട്ടും പള്ളിയിൽ വന്നത്. അവൻ രാത്രി മുഴുവൻ ഖുർആൻ പാരായണം ചൊല്ലിയത്. അവന് ഉറങ്ങാനും ക്ഷീണമകറ്റാനും ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകൾ പൂടിയില്ല, അവന്റെ മനസ്സ് അലസമായില്ല. റഹ്മാനെ, എന്നെ നിവർത്തി വെച്ച് പഠിക്കുകയും പാരായണം ചെയ്യുകയുമായിരുന്നു. ഫശഫ്ഇനി ഫീ, ഒന്ന് സ്വീകരിക്കണമേ എന്നാണ്. ഫയശ്ഫിആനി, ഈ രണ്ടും ശുപാർശ പറയുന്നത് അള്ളാഹു സ്വീകരിക്കും എന്നാണ്. നമുക്ക് വേണ്ടേ സഹോദരങ്ങളെ, അള്ളാഹിന്റെ അടുത്തേക്ക് പോകാൻ എന്തുണ്ട് കയ്യിലെന്ന ചോദ്യത്തിന് നമുക്ക് നമ്മുടെ ആധാരമോ നമ്മുടെ കുടുംബ വീടോ നമ്മുടെ മക്കളോ ഒന്നും സാക്ഷിയല്ല. അള്ളാഹ് പറഞ്ഞ സാക്ഷി ഇതാണ്. അത് സ്വീകരിക്കാൻ അൽഹംദുലില്ലാഹ് ഒരു ആയുസ്സിൽ ഒരു വർഷം കൂടി നമുക്ക് സമാഗതമായിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഇസ്തിഗ്ഫാറോടുകൂടി നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. ഇനിയുള്ള ദിവസവും മണിക്കൂറൊക്കെ നല്ല പ്രാർത്ഥന നടത്തണം. പടച്ചോനെ, അതിനുള്ള അവസരം ഉണ്ടാക്കി തരണം. നാഥാ, എനിക്ക് ക്ഷീണം വരരുതേ. റബ്ബേ, എനിക്ക് എൻ്റെ കുടുംബത്തിൽ പ്രതിസന്ധി ഉണ്ടാവരുതേ. എനിക്ക് പള്ളി, എൻ്റെ ജീവിതം, അതോടൊപ്പം എൻ്റെ ദീനുമായുള്ള ബന്ധം, ഇതിനെ ചേർത്ത് പിടിക്കാവുന്ന ഒരു റമളാനാക്കി എനിക്ക് നൽകണമേ. വിശ്വാസികളെ, നമ്മൾ പ്രാർത്ഥിച്ച അല്ലാഹ് തള്ളൂല. ലാ യറദ്ദു അൽ ഖളാ ഇല്ല ദുആ. ഒരു വിധി പോലും മാറ്റാൻ അള്ളാഹ് തീരുമാനിക്കുക നമ്മുടെ പ്രാർത്ഥന കൊണ്ടാ. ഒരു അടിമയോട് പ്രാർത്ഥിച്ചാൽ അവനിൽ അള്ളാഹു വിധിച്ച വിധി പോലും പ്രാർത്ഥന കൊണ്ട് മാറ്റും എന്നാണ്. മാത്രല്ല, വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറ, ഒരു ആയുസ്സിൽ പുണ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ആരോഗ്യത്തോടു കൂടി ആയുസ് കിട്ടും. ദീനിയായ ജീവിതത്തിൽ ചിട്ടയായി ജീവിക്കാനുള്ള ആയുസ് കിട്ടും പ്രാർത്ഥന കൊണ്ട് എന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 ആളുടെ പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകും. അത് ഒന്ന് പറഞ്ഞ് ദഅവത്തു അസ്സായിം എന്നാണ്. ദഅവത്തു അസ്സായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഇബാദത്തുകൾ ചിട്ടയായി നിർവഹിക്കാൻ വിശ്വാസികളെ നമ്മളൊന്ന് ഒരുങ്ങണം. ഈ ഒരു പ്രതിഫലം ഒന്നും നഷ്ടപ്പെട്ടുകൂടാ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനസ്സ് നന്നാകാത്തവന്റെ അമല് വേണ്ടെന്നാണ്. അല്ലെ, നമ്മൾ ഈ ദാറുൽ ഖുർആനിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുന്നു, ഞാനാണ് അനുഷ്ഠിക്കട്ടെ. ഞാനിതിന് കൂടെ കൂടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. അല്ലെ, ചിലപ്പോൾ ചിലർ ചിന്തിക്കും കൊളസ്ട്രോളും അതുപോലെ തന്നെ തടിയും വയറൊക്കെ ഒന്ന് കുറയാൻ ഒരു മാസം ഒന്നാട് മെനക്കെട, അല്ലെ, എല്ലാവരും ഉണ്ടല്ലോ. ഇങ്ങനെയാണ് ചിന്ത എങ്കിൽ അള്ളാഹ്ക്ക് വേണ്ട കേട്ടോ, അള്ളാഹ്ക്ക് വേണ്ട. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി പറയാ, ഖാരിബു വസദ്ദിദു, നിങ്ങൾ ആത്മാർത്ഥമായി അരമുറുക്കിയെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നഹു ലൻ യൻജു അഹദും മിൻകും ബിഅമലി, അമലോണ്ട് നിങ്ങളൊരു ആള് രക്ഷപ്പെടൂല. കുറെ ഇബാദത്തുണ്ട്, നിങ്ങൾ മനസ്സ് നന്നാകാതെ കുറെ അമലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടൂല. മറിച്ചോ, ഖാലു യാ റസൂലല്ലാഹ്,
റസൂലേ, ഞങ്ങളെ കാര്യം പോട്ടെ, വല അൻത, താങ്കളും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, വല അന, ഞാനും അങ്ങനെ തന്നെ. അമലോണ്ട് രക്ഷപ്പെടുന്ന കൂട്ടത്തിലല്ല ഞാനും രക്ഷപ്പെടണമെങ്കിൽ ഇല്ലാ അയ്യതഅമ്മദനി അല്ലാഹു ബിറഹ്മതിഹി മിൻ ഫദ്ലി, അള്ളാഹിന്റെ ഫദ്ലും റഹ്മത്തും എന്റെ അമലിനെ യോജിപ്പിച്ചുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്നത് വരെ എന്നാണ്. അപ്പോ അമലുണ്ടായ മാത്രം പോരാ, ആ അമലിനൊരു നീയത്ത് വേണം. ആ നീയത്ത് എന്തായിരിക്കണം? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്ക് സാധിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇനിയൊരു അവസരം ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന റമദാനിനെ മനസ്സറിഞ്ഞ് ഇബാദത്തോടു കൂടി സ്വീകരിക്കാൻ, അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ആ ജുന്നത്ത് സ്വീകരിക്കാൻ, നോമ്പും ഖുർആനുമൊക്കെ എനിക്ക് ജീവിതത്തിൽ നാളെ പ്രകാശമായി മാറണം എന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കാൻ, എല്ലാ തിന്മകളിൽ നിന്നും ഇതോടുകൂടി എനിക്ക് മാറി നിൽക്കാനുള്ള അവസരമായി ഈ റമദാനിനെ സ്വീകരിക്കാൻ, നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു മായ്ച്ചു കളഞ്ഞ് ഒരു കുഞ്ഞിനെ പോലെ, പ്രസവിച്ചു വീണ ഒരു കുഞ്ഞിനെ പോലെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കെലിമ ചൊല്ലി കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള അവസരങ്ങൾ സഹാബത്ത് സ്വീകരിച്ചതുപോലെ, നബിയുടെ അനുചരന്മാർ സ്വീകരിച്ചതുപോലെ, പ്രവാചകന്മാർ അനുഷ്ഠിച്ചതുപോലെ ഈ റമദാനിനെ സ്വീകരിക്കാനും ജീവിതത്തെ പരിശുദ്ധമാക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാവരും അറിയേണ്ടുന്നതും നമുക്കറിയാവുന്നതുമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഒന്ന് നിയ്യത്തുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. മല്ല യജ്മഅ അസ്സിയാം ഖബ്ൽ ഫജ്രി ഫലാ സിയാമ ലഹു എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാള് പ്രഭാതത്തിന് മുൻപ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാത്ത ഒരാൾക്ക് അന്ന് നോമ്പില്ല എന്നാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും, ഓരോ നോമ്പും സ്വതന്ത്രമായ ഇബാദത്തുകളാണ്, ഒന്നിച്ച് അല്ല നിയ്യത്ത് വെക്കേണ്ടത്. ഏതുപോലെ 5 നേരത്തെ നമസ്കാരത്തിന് ഓരോ വഖത്തിനും ചെയ്യുന്നത് പോലെ നോമ്പനുഷ്ഠിക്കുന്നു എന്നത് നിയ്യത്തായി അറബി വാക്കുകൾ ചൊല്ലാതെ മനസ്സിൽ ദൃഢമായി തീരുമാനമെടുക്കലാണ് അത്. അക്കാര്യത്തിൽ ഈ ആവർത്തിച്ചു വരുമ്പോൾ നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് കുടുംബത്തിലും അതുപോലെ തന്നെ ഭാര്യ മക്കളോടുമൊക്കെ ഈ ഒരു സന്ദേശം നമ്മൾ കൈമാറുക തന്നെ വേണം. മറ്റൊന്ന് അത്താഴമാണ്. അസമയത്തുള്ള അത്താഴം പലപ്പോഴും പ്രയാസമുണ്ടാക്കും. പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിന്റെ നിഅമത്തും ബർക്കത്തുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത്താഴം കഴിക്കണം. എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത്താഴം കഴിക്കൂ, അതിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട് എന്നാണ്. മറ്റു ഇതര സമുദായക്കാർ അത്താഴമില്ലാതെ നോമ്പനുഷ്ഠിച്ചിരുന്നു, അവർക്ക് വിപരീതമാവുക എന്നതും കൂടിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രല്ല, ഈ അത്താഴം കഴിക്കുമ്പോൾ അത് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും വളരെ നേരത്തെ കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു അപാകത ഉള്ളതുപോലെ തോന്നാറുണ്ട്. എന്നാൽ പലരും അത് പിന്തിച്ച് ബാങ്കിനോട് അടുപ്പിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അത്താഴത്തിന് ഇരുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും. സഹാബത്ത് പിറ്റേ ദിവസം അവരോട് ചോദിച്ചു, കം കാന ഖദ്റുഹുമാ ബൈനഹുമാ, പ്രവാചകന്റെ സുബഹി സ്വലയും അതുപോലെ തന്നെ അത്താഴവും തമ്മിലുള്ള ഗ്യാപ്പ്, വിടവ് എത്രയായിരുന്നു എന്നാണ്. അപ്പോ സഹാബി പറഞ്ഞു, 50 ആയ 50 ആയത്ത് ചൊല്ലാനുള്ള ഒരു ഗ്യാപ്പ് അതിൽ ഉണ്ടായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞ അത്താഴം കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച് ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം. എന്നാൽ പെട്ടെന്ന് ഉണർന്ന് ആ സമയങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്, ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഒരാൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ ബാങ്ക് വിളിച്ചാൽ ആവശ്യത്തിന് കഴിച്ചതിന് ശേഷം ആ പാത്രം താഴെ വെച്ചാൽ മതി എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നോമ്പിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂൽ സ്വീകരിച്ചതുപോലെ വളരെ ഉന്മേഷത്തോടു കൂടി, വളരെ അത്യാവശ്യമുള്ളൊരു കർമ്മം ചെയ്യുന്ന അതേ ഒരു താല്പര്യത്തോടു കൂടി നമ്മൾ ചെയ്യണം.
മറ്റൊന്ന് സഹോദരങ്ങളെ, നമ്മൾ ദാനധർമ്മം ചെയ്യാൻ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരുങ്ങി ഇരിക്കണം. അത് പലപ്പോഴും റമദാൻ വരുമ്പോൾ ഒരു മുഷിപ്പ് പള്ളിയിലേക്ക് വരാൻ തന്നെ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അങ്ങനെയല്ല നമ്മൾ വരണ്ടേ. പള്ളിയിലേക്ക് വരുമ്പോൾ ദാനം ചെയ്യാൻ കുറച്ച് കാശുമായിട്ടാണ് നമ്മൾ വരേണ്ടത്. കാരണം എന്താ അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്വദ ബിൽ ഖൈരി മിനർ റീഹി അൽ മുർസലാന. റസൂലുള്ളാഹിനെ കുറിച്ച് പറയാം, കാറ്റടിച്ച് വീശുന്നത് പോലെയായിരുന്നു റസൂലുള്ളാഹ് നിലക്കാത്ത ദാനം ചെയ്തിരുന്ന ആളാണ് റസൂലുള്ളാഹി. അള്ളാഹിന്റെ റസൂൽ ദരിദ്രനായിരുന്നു എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, തന്റെ കയ്യിൽ കിട്ടിയത് കൊടുത്തിരുന്നു. അതുപോലെ നമ്മൾ മടുപ്പിൽ നമ്മുടെ നോമ്പിനെ ബാധിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. ചോദിക്കേണ്ടവന്റെ അവകാശം ചോദിക്കലാണ്. കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സാണ് അള്ളാഹു പരിശോധിക്കണേ. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. എല്ലാ കാര്യത്തിലും ഒരാൾ ചോദിക്കുമ്പോ, പടച്ചോനെ ഇവൻ മുഖേന ഇന്റെ അമൽ പോകരുതെന്ന് ആദ്യം തീരുമാനിക്കണം. നല്ല വാക്കെങ്കിലും പറയാൻ നമുക്ക് സാധിക്കുക എന്നത് ഈ ഒരു സമയത്ത് ജീവിതത്തിന്റെ ശീലമാക്കി നമ്മൾ മാറ്റേണ്ടതാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, ഖുർആൻ പാരായണം തന്നെയാണ്. ഞാൻ ഇപ്പൊ ഇതൊക്കെ പറയണത് എന്തിനറിയോ, ജീവിതത്തിൽ അടുത്ത ആഴ്ച തുടങ്ങുമ്പോൾ സമയമല്ലാന്ന് പറഞ്ഞിട്ട് ഒരു 10 ദിവസം പോകും. ഏതായാലും 10 ദിവസം കഴിഞ്ഞിരുന്നിട്ട് 20 ദിവസമാവും. ഇത് അവസാനത്തെ 10 ആയില്ലെന്ന് പറഞ്ഞു, ഇനി അടുത്ത കൊല്ലം നോക്കാം അല്ലേ. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയ്ക്ക് പിശാച് കൊണ്ടുവരാതിരിക്കാനാണ്. എന്താ കൂലി എന്നറിയങ്ങള്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹർഫ് അങ്ങോട്ട് ഓതിയാൽ അവന് ഹസനത്തിന്റെ ഫലഹു ഹസന. എന്നിട്ട് റസൂലുള്ളാഹി അതിനെ പഠിപ്പിച്ചു, വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു ഹസനത്തിന് അള്ളാന്റെ അടുത്ത് 10 കൂലിയാണ്. എന്നിട്ട് ഒന്നുകൂടി വിശദീകരിച്ചു, ലാ അഖൂലു, ഞാൻ പറയുന്നില്ല, അലിഫ് ലാം മീം എന്നൊരാൾ ഓതിയാൽ അതൊരു ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല, വലാകിൻ, പക്ഷേ അലിഫുൻ ഹറഫുൻ, ലാമുൻ ഹറഫുൻ, മീമുൻ ഹറഫുൻ, 3 എന്ന് പറഞ്ഞ 3 കൂലിയാണ്, 30 പ്രതിഫലം അല്ലെ. ഒറ്റ സെക്കൻഡ് കൊണ്ട് 30 കൂലി കിട്ടുന്ന ഈ ഒരു വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ വളരെ ചിട്ടയോട് കൂടി ചെയ്യാൻ പറ്റണം. ആദ്യത്തെ ഒരു 10 പൂർത്തിയാവുമ്പോൾ ഒരു വട്ടം ഖുർആൻ ഓതി തീർക്കണം. രണ്ടാമത്തെ 10 ആകുമ്പോൾ തീരണം. മൂന്നാമത്തെ 10 ആകുമ്പോൾ തീരണം. അത് കുറച്ച് പണിയുള്ള കാര്യമാണ്. ഒന്ന് സമയം ക്രമീകരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ആ മൊബൈൽ ഫോണിനോട് വിട പറയാത്തിടത്തോളം കാലം ഒരു ജുസ് പോലും ഓതി പൂർത്തിയാക്കാൻ നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ അറിയണം. മറ്റൊന്നെന്താ സഹോദരങ്ങളെ, പള്ളിയിൽ ഇരുന്ന് പഠിക്കും, പാരായണം ചെയ്യാം. റമദാൻ മാസം വന്നാൽ ഒരു 10 മിനിറ്റ് കിട്ടിയോ നേരെ ബൈക്ക് എടുത്ത് പോരാ പള്ളിക്ക്. ഒരു ഓന്നെടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, തഫ്സീർ എടുത്ത് വായിക്കുക. മഈശത്ത് മുടക്കണം എന്നല്ല, ആ തിരക്കിനിടയിൽ നമ്മൾ കണ്ടെത്തുക. അള്ളാന്റെ പള്ളിയിൽ ഇങ്ങോട്ട് ഒരുമിച്ച് കൂടിയാൽ യത്ലൂന കിതാബല്ലാഹി വയതദാറസൂന, ഖുർആൻ ഓതാനും പഠിക്കാനുമാണ് ഇരുന്നാൽ എന്താ കൂലി എന്നറിയോ, ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, അള്ളാഹ് സമാധാനം ഇങ്ങനെ ഇറക്കി കൊടുക്കുന്ന, അല്ലെ, മനസ്സ് മുഴുവൻ തീക്കട്ടയിട്ട് നമ്മൾ ജീവിക്കണം. മക്കളെ കാര്യത്തില്, സ്വന്തം കാര്യത്തില് രോഗം വന്നിട്ട് പൈസ ഇല്ലാഞ്ഞിട്ട് അള്ളാഹ് പറയാ, അതൊക്കെ കെട്ടടങ്ങണോ, മനസ്സ് ശാന്തമാകണോ, സ്വസ്ഥമാകണോ, അസ്സക്കീന, നിങ്ങൾക്ക് സക്കീനത്തുണ്ടാവണമെങ്കിൽ പള്ളിയിൽ കൂടണം. ഒന്നുകൂടി അള്ളാന്റെ റസൂൽ പറഞ്ഞു, നാളെ അള്ളാഹ് ആ അടിമ ഇങ്ങനെ ഇരിക്കുമ്പോ, ആ അടിമ ഇന്ന പള്ളിയിൽ, എന്റെ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് എന്ന് അള്ളാന്റെ അടുത്തുള്ള മലക്കുകളോട് അവർ പറയും, അള്ളാഹ് പറയും. എന്നാൽ എന്തൊരു സൗഭാഗ്യ, നമ്മളെ പേരെടുത്ത് പറയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രാത്രി നമസ്കാരം സഹോദരങ്ങളെ, നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്നവരാ അല്ലെ, തഹജ്ജുദ് ഇല്ലാത്തവരാണെങ്കിൽ ഇന്നു മുതൽ തുടങ്ങണം. എന്നിട്ട് അത് തറാവീഹിലേക്കും തഹജ്ജുദിലേക്കും എത്തണം. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബാ, ഈമാനും പ്രതിഫലേച്ഛയോടും കൂടി തറാവീഹ് റമളാൻ നമസ്കരിച്ചാൽ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, എല്ലാ പാപം അല്ലാഹു പുറത്തെടുത്തു. ഇതിലും വലിയ ഓഫർ ഉണ്ടോ സഹോദരങ്ങളെ? അതേപോലെ തുറക്കാൻ ധൃതി കാണിക്കണം. എന്റെ ഉമ്മത്ത് ഹൈറിലായിരിക്കും എന്നാണ്. മഅജ്ജലു അൽ ഫിത്ർ, തുറക്കാൻ ധൃതി കാണിക്കുമ്പോൾ അത് വീട്ടുകാരെ പഠിപ്പിക്കണം, ഭാര്യ മക്കളെ പഠിപ്പിക്കണം. ഒന്നിച്ചിരിക്കുന്നുവെങ്കിൽ നേരത്തെ ഒരുക്കി വെച്ച് അതിനൊക്കെ ക്രമീകരണം നമ്മൾ ഉണ്ടാക്കണം. തുറന്നതിന് ശേഷമുള്ള പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം, ഓർമ്മപ്പെടുത്തണം. എന്ന പ്രാർത്ഥന നമ്മൾ അറിയാത്ത പേരമക്കൾക്ക് വരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, നമ്മൾ അഥവാ ഒരു ജനാപത്തുകാരനായി നമ്മൾ
നോമ്പിലേക്ക് പ്രവേശിച്ചാൽ അല്ലെ, ചില ആളുകൾക്ക് അതൊക്കെ വലിയ സംശയമായിട്ട് അന്നത്തെ നോമ്പ് ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. റസൂലുള്ള പറഞ്ഞ ഹദീസ് കേട്ടാൽ വലിയ സന്തോഷം ഉണ്ടാവും. എന്താ ഹദീസ്? കാന യുദ്രികുഹു അൽ ഫജ്ർ വഹുവ ജുൻബുൻ മിൻ അഹ്ലിഹി. ഭാര്യയിൽ നിന്ന് ജനാബത്തുകാരനായി പ്രഭാതത്തിലേക്ക് പ്രവാചകൻ പ്രവേശിച്ചു. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു. സുമ്മ യഗ്സിലു വയസൂമു. പിന്നീട് കുളിച്ച് അദ്ദേഹം നോമ്പ് അനുഷ്ഠിച്ചു എന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും. ഇങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട നമുക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ ദൂരീകരിച്ച് കുടുംബത്തെ പഠിപ്പിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമാകണം. നോക്കൂ നിങ്ങൾ, ഈ 17-ാം തീയതി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രൻ അസ്തമിക്കുന്നുണ്ട്. മാത്രമല്ല 18-ാം തീയതി ബുധനാഴ്ച സൂര്യൻ അസ്തമിച്ച് 50 മിനിറ്റോളം ചന്ദ്രൻ അന്തരീക്ഷത്തിൽ ഉണ്ട്. സ്വാഭാവികമായും ഫെബ്രുവരി 19 വ്യാഴാഴ്ച നോമ്പാകാനാണ് സാധ്യത നമ്മൾ കാണുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ നോമ്പിന് വേണ്ടി ഒരുങ്ങി, ആ ഒരുക്കെന്ന് പറയുന്നത് സ്വന്തത്തോട് കുറച്ച് വർത്തമാനം പറഞ്ഞിട്ടാ. ഞാൻ എന്തെങ്ങനെ ഒന്ന് ചോദിച്ചു നോക്ക് സഹോദരങ്ങളെ, എന്താ എനിക്ക് പറ്റിയത്? ഞാൻ എന്നങ്ങോട്ട് കണ്ണടച്ച എന്തെന്റെ അവസ്ഥ? അല്ലാഹ്, ഒരു റമദാനാണല്ലോ വന്നത്, എന്നെ കാക്കണേ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ റഹ്മാനായ റബ്ബ് അതിനുള്ളൊരു വഴിയായി ഈ റമദാനിനെ മാറ്റും, നമ്മുടെ ഇബാദത്തുകളെ മാറ്റും, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനും മൊബൈലിനെ നിയന്ത്രിക്കാനും സാമ്പത്തിക അച്ചടക്കമുള്ളവനാക്കാനും നല്ല സൽസ്വഭാവിയായി ജീവിക്കാനും ഒക്കെയുള്ളൊരു വാതിൽ റഹ്മാനായ റബ്ബ് ഇത് മുഖേന തുറക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും ലഭിക്കുന്ന മുഅ്മിനുകളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വരുന്ന റമദാനിനെ സന്തോഷത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശാരീരികമായും പ്രായം കൊണ്ടുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ക്ഷമിക്കാനും ഉൾക്കൊള്ളുവാനും അത് മുഖേന ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുവാനും ഒക്കെ ഈ സന്ദർഭം അള്ളാഹു പ്രയോജനപ്പെടുത്താൻ അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് വരും തലമുറക്ക് അല്ലാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.